നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തായ്വാൻ ആയുധം നൽകി അമേരിക്ക തായ്വാനെ എല്ലാ അധിനിവേശ ശക്തികളിൽ നിന്നും സംരക്ഷിക്കാനുള്ള നീക്കം നടത്തുമ്പോൾ കടുത്ത താക്കീതുമായി ചൈന രംഗത്ത് വരികയാണ്. തീക്കൊള്ളി കൊണ്ട് തല ചൊറിയരുത് എന്നർത്ഥം വരുന്ന രീതിയിലുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ചൈനീസ് അധികൃതർ പുറത്തിറക്കിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തായ്വാനാകട്ടെ $571 ദശലക്ഷം ആയുധ ഇടപാടിനുള്ള അംഗീകാരം നൽകിയിരുന്നു. ചൈനയെ സംബന്ധിച്ച് ഏറ്റവും അധികം പ്രകോപനപരമായ ഒരു നീക്കം, ചൈനയെ ചൊടിപ്പിച്ച നീക്കം എന്നൊക്കെ തന്നെ നമുക്കിതിനെ പറയാൻ സാധിക്കും. അതിന് പിന്നാലെയാണ് ചൈനീസ് പ്രതികരണം കൂടി പുറത്തു വരുന്നത്. പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റവും സേവനവും സൈനിക പരിശീലനവും ഒക്കെ തന്നെ ഈ ഇടപാടിൻ്റെ ഭാഗമായി വരികയും ചെയ്യും. സൈനിക മേഖലയിൽ, പ്രതിരോധ മേഖലയിൽ തായ്വാന് കൂടുതൽ മേൽക്കൈ ലഭിച്ചു കഴിഞ്ഞാൽ അത് ചൈനയെ സംബന്ധിച്ച് ആശങ്കാജനകമാണ്. അതുകൊണ്ട് തായ്വാൻ സ്വന്തം ഭാഗമാണെന്നുള്ള അവകാശവാദത്തിലൂന്നി ചൈന അമേരിക്കയെ തന്നെ വെല്ലുവിളിക്കുകയാണ്. തായ്വാൻ ആയുധങ്ങൾ നൽകുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ ആവശ്യപ്പെടുന്നത്. ഇതുപോലെയുള്ള അപകടകരമായ നീക്കങ്ങൾ ഈ മേഖലയിലെ സമാധാനത്തെയും സ്ഥിരതയെയും ഒക്കെ തന്നെ ഇല്ലാതാക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നുള്ള താക്കീത് കൂടിയാണ് നൽകുന്നത്. സമാധാനവും സ്ഥിരതയും ഇല്ലാതാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു യുദ്ധ മുന്നറിയിപ്പ് തന്നെയാണ്. ചൈനയിൽ നിന്നുള്ള ഭീഷണി നേരിടാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക തായ്വാൻ ഇതുപോലുള്ള ആയുധങ്ങൾ, പ്രതിരോധ സഹായങ്ങൾ ഒക്കെ തന്നെ നൽകുന്നത്. ഈ ആയുധങ്ങൾ നൽകിയതിനുള്ള നന്ദിയും തായ്വാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു. $2 മില്യൺ ഭൂതല വ്യോമ മിസൈൽ സംവിധാനത്തിൻ്റെ ഒരു കരാറിൽ ഇരു രാജ്യങ്ങളും ഒക്ടോബർ മാസത്തിലായിരുന്നു ഒപ്പിട്ടത്. സൈനിക പ്രവർത്തനങ്ങൾ മേഖലയിൽ നിർത്തിവെക്കണമെന്ന് ഈ മാസം ആദ്യം തന്നെ തായ്വാൻ ചൈനയോട് കട്ടായം പറഞ്ഞിരുന്നു. തൻ്റെ ഭരണകാലത്ത് ചൈനീസ് അധിനിവേശം ഉണ്ടായാൽ സംരക്ഷണം നൽകുമെന്ന് ഉറപ്പു പറയാൻ കഴിയില്ല എന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം വ്യക്തമാക്കുന്ന സാഹചര്യത്തിലാണ് സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പണം വേണമെന്ന ട്രംപിന്റെ നിലപാട് കൂടി ശ്രദ്ധേയമാകുന്നത്. അതിനു മുൻപായി ബൈഡൻ എന്തുതരത്തിലുള്ള സഹായവും ചെയ്തു നൽകുമെന്ന ഉറപ്പ് തായ്വാൻ ഉള്ളതുകൊണ്ട് തന്നെ ചൈനയെ അസ്വസ്ഥമാക്കുന്നതും ഈ വിഷയം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.